ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിൽ വേറൊരു പാഠമാണ് റെബേക്ക ദ ചേഞ്ച് മേക്കർ. അത് പഠിക്കാം കേട്ടോ. ഓക്കെ, നോക്കൂ. വി ഹാവ് സീൻ ദാറ്റ് എക്സസ് ഓഫ് വാട്ടർ ക്യാൻ റിസൾട്ട് ഇൻ എ കലാമിറ്റി. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം. നൗ ലെറ്റ്സ് റീഡ് എ സ്റ്റോറി. എന്താ പറയുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട് എക്സസ് ഓഫ് വാട്ടർ, അതായത് വെള്ളം അധികമാകുമ്പോൾ അല്ലേ ഫ്ലഡ് ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. അത് വലിയൊരു കലാമിറ്റി, ദുരന്തമായി മാറും. നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ കേരളത്തിൽ ഉണ്ടായ ഫ്ലഡ് നമുക്കറിയാം 2018 അല്ലേ. സോ ഇവരെന്താ പറയുന്നത്, ആ വെള്ളം അധികമാകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം നമുക്കറിയാം. പക്ഷേ വെള്ളം ഇല്ലായ്മയും, സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ അല്ലേ, വെള്ളത്തിൻ്റെ ഇല്ലായ്മയും ഒരു വലിയൊരു പ്രോബ്ലമാണ്. ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം. ഓക്കെ, അതും വലിയൊരു പ്രോബ്ലമാണ്. നമുക്ക് ഒരു കഥ പഠിക്കാം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, റെബേക്ക ദ ചേഞ്ച് മേക്കർ. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം കേട്ടോ. ഇൻ ദ ലാൻഡ് ഓഫ് ദ മാസായ് ഇൻ സൗത്ത് വെസ്റ്റ് കെനിയ ദർ വാസ് എ ഗേൾ നെയ്മഡ് റെബേക്ക. ഹർ ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോട്ട്സ് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ദ ലാൻഡ് ഫോർ ഫുഡ്. After school time, Rebecca used to help her family and take care of the animals on the farm. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത് നോക്കൂ. ഇൻ ദ ലാൻഡ് ഓഫ് ദ മാസായ്. മാസായി എന്ന് പറഞ്ഞ ലാൻഡ് അല്ലേ, സൗത്ത് വെസ്റ്റ് കെനിയയിലുള്ള മാസായി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്താ പെൺകുട്ടിയുടെ പേര്? റെബേക്ക. ഹെർ ഫാമിലി കെപ്റ്റ് കാറ്റിൽ. അവളുടെ ഫാമിലിക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? കന്നുകാലികൾ ഉണ്ടായിരുന്നു. കാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ. ഷീപ്പ് ഉണ്ടായിരുന്നു. ഷീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്മരിയാട്. ആൻഡ് ഗോഡ്സ് എന്ന് പറഞ്ഞാൽ ആടുകൾ അല്ലേ. ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ദ ലാൻഡ് ഫോർ ഫുഡ്. ഭക്ഷണത്തിന് വേണ്ടി അവർ ഡിപ്പെൻഡ് ചെയ്ത് എന്തിനായിരുന്നു? കൃഷിയെ ആയിരുന്നു അവർ ആശ്രയിച്ചിരുന്നത്. ആഫ്റ്റർ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുള്ള സമയത്ത് റെബേക്ക എന്ത് ചെയ്യുമായിരുന്നു? റെബേക്ക യൂസ് ടു ഹെൽപ്പ് ഹെർ ഫാമിലി. അവളുടെ വീട്ടിൽ അവളുടെ ഫാമിലിയെ സഹായിക്കുമായിരുന്നു. ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ആനിമൽസ് ഓൺ ദ ഫാം. ആ ഫാമിലുള്ള അവളുടെ മൃഗങ്ങളെയൊക്കെ അവൾ പരിപാലിക്കുമായിരുന്നു, ഈ റെബേക്ക എന്ന് പറഞ്ഞ പെൺകുട്ടി. ഓക്കെ, മനസ്സിലായോ? സോ അവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് റെബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? ജീവിക്കാൻ വേണ്ടിയിട്ട് റെബേക്കയുടെ ഫാമിലി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? റെബേക്കാസ് ഫാമിലി ലുക്ക്ഡ് ആഫ്റ്റർ കൗസ്, ഷീപ്പ് ആൻഡ് ഗോഡ്സ് ആൻഡ് ഓൾസോ ഗ്രൂ ഫുഡ് ഓൺ ദെയർ ഫാം. മനസ്സിലായില്ലേ? റെബേക്കയുടെ ഫാമിലി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? പശുക്കളെ നോക്കി, ഷീപ്പിനെയും പിന്നെ ആടുകളെയൊക്കെ നോക്കി, പിന്നെ ഫാമിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അല്ലേ, ഫുഡ് ഉണ്ടാക്കി ഫാമിൽ. അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. ഓക്കെ, അതായിരുന്നു അവരുടെ വരുമാന മാർഗം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, എന്നിട്ട് നോക്ക്. ഓൺ എ വെരി ഹോട്ട് ഡേ, ഭയങ്കര ചൂടുള്ള ഒരു ദിവസം. ഓക്കെ, റെബേക്ക ഫൗണ്ട് ഹെർ മദർ ക്രൈയിങ്. റെബേക്ക കണ്ടു, അവളുടെ അമ്മ ഇരുന്ന് കരയുന്നത് റെബേക്ക കണ്ടു. ഭയങ്കര ചൂട് വെയിലുള്ള ഒരു ദിവസം അവളുടെ അമ്മ ഇരുന്ന് കരയുന്നത് റെബേക്ക കണ്ടു. അവർ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ, ഷീ സെഡ്. എന്താ അമ്മ പറയുന്നത്? നമ്മളുടെ വിളകളെല്ലാം ഇപ്രാവശ്യം ഭയങ്കര മോശമാണ്. നൗ അവർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. നമ്മുടെ പശുക്കളും ആടുകളും ഒക്കെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അന്ന് അമ്മ പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് അമ്മ കരയുന്നത്. Later at school, Rebecca asked her teacher why there had been so little rain that year. പിന്നീട് അത് അമ്മ രാവിലെ കരയുന്നൊക്കെ കണ്ടതിന് ശേഷം റെബേക്ക സ്കൂളിൽ പോയി അല്ലേ. സ്കൂളെത്തിയതിന് ശേഷം അവളുടെ ടീച്ചറോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ വർഷം ഒട്ടും തന്നെ മഴയില്ലാത്തത്? ഓക്കെ, എന്ന് അവളുടെ ടീച്ചറോട് ചോദിച്ചു. സോ ലിറ്റിൽ റെയിൻ എന്ന് വെച്ചാൽ മഴ തീരെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് അവൾ ചോദിച്ചത് ടീച്ചറോട് കേട്ടോ. വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിത്തൗട്ട് റെയിൻ സെഡ് ഹെർ ടീച്ചർ. എന്താ പറഞ്ഞത്? വി ഹാവ് ഹാഡ്, നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ദിവസങ്ങൾ മഴയില്ലാണ്ട് നമ്മൾ ഇരുന്നിട്ടുണ്ട്. വെൻ വി ഹാവ് നോ റെയിൻ, നമ്മൾക്ക് മഴയില്ലാത്ത അവസ്ഥയിൽ എന്താ സംഭവിക്കുക? പ്ലാന്റ്സ് കനോട്ട് ഗ്രോ, ചെടികൾ വളരില്ല. ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ് ആൻഡ് നോ വാട്ടർ ടു ഡ്രിങ്ക്, അവർ ആനിമൽസ് വിൽ ഡൈ. ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ്, നമുക്ക് ഭക്ഷിക്കാനല്ലേ, ക്രോപ്സ് വിളകളൊന്നും ഇല്ല, ഭക്ഷണത്തിനുള്ള വിളകളില്ലാതിരിക്കുമ്പോഴും, പിന്നെ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ വരുമ്പോഴും ആനിമൽസൊക്കെ ചത്തുപോകും അല്ലേ എന്ന് ടീച്ചർ പറഞ്ഞു.
എവ്രി വൺ ഇൻ ദ ക്ലാസ് വാസ് ക്വയറ്റ് ഫോർ എ മൊമെൻറ്റ്. അത് കേട്ടപ്പോൾ ആ ക്ലാസ്സിലുള്ള കുട്ടികൾ മുഴുവൻ കുറച്ച് നേരത്തെ നിശബ്ദരായിരുന്നു, ടെൻഷനായിട്ട് അല്ലേ. എന്താ പറ്റുക, അവരുടെ പെറ്റായിട്ടുള്ള ജീവികളൊക്കെ ചത്തുപോകുമോ എന്നോർത്ത് ടെൻഷൻ അടിച്ചു. ദേ വെർ വറീഡ് അബൌട്ട് ദെയർ ഫാമിലീസ്. അവരവരുടെ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചു. ദെയർ ആനിമൽസ്, അവരുടെ കന്നുകാലികളെ, മൃഗങ്ങളെ, വളർത്തു മൃഗങ്ങളെ കുറിച്ചോർത്ത് ടെൻഷൻ അടിച്ചു. ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി, അവരുടെ സമൂഹത്തിന് എന്ത് പറ്റുമെന്നോർത്തിട്ട് കുറച്ച് നേരത്തേക്ക് ആ കുട്ടികളൊന്നും മിണ്ടാണ്ട് ടെൻഷൻ അടിച്ചിരുന്നു. മനസ്സിലായില്ലേ? അറ്റ് ദ സ്കൂൾ ലൈബ്രറി റെബേക്ക സെർച്ച് ഫോർ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ റെയിൻ. റെബേക്ക എന്ത് ചെയ്തു, പിന്നീട് സ്കൂൾ ലൈബ്രറിയിലേക്ക് പോയി. അവിടെ ലൈബ്രറിയിൽ പോയിട്ട് അവൾ റെയിനിനെ കുറിച്ച് കൂടുതലായിട്ട് ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അവൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ. എന്താ പറഞ്ഞത്? അവൾ ആ ബുക്കുകളൊക്കെ വായിച്ച് അവൾക്ക് കിട്ടിയ അറിവ് അവളെ പരിഭ്രമിപ്പിച്ചു. എന്ന് വെച്ചാൽ അവൾക്ക് ആകെ ടെൻഷൻ ഉണ്ടാക്കുന്നതായിരുന്നു. ഓക്കെ, അലാംഡ് ഹെർ എന്ന് പറഞ്ഞാൽ ആകെ പരിഭ്രമിപ്പിച്ചു. ഓക്കെ, ടെൻഷനാക്കി. ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ. എന്താ പറയുന്നത്? ഭൂമി മുഴുവൻ കൂടുതൽ ചൂടിലേക്ക് കടക്കാൻ പോവുകയാണ്, വളരെ കുറച്ച് മഴ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് അവൾ കണ്ടത് അല്ലേ. ഷി ലേൺഡ് എ ന്യൂ ടേം, ക്ലൈമറ്റ് ചേഞ്ച്. അവൾ ആ ബുക്കിൽ നിന്ന് എന്താ കണ്ടത്? ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള പുതിയൊരു വേർഡ് അവൾ കണ്ടു. അതിൽ കൂടി അവൾ മനസ്സിലാക്കി എന്താണ്, ഇനി അങ്ങോട്ടേക്ക് വേൾഡ് ഇങ്ങനെ വെന്തുരുകാൻ, ചൂടായിട്ട് വെന്തുരുകാൻ വേണ്ടി പോവുകയാണ്, മഴ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നൊക്കെ അവൾ അതിൽ നിന്ന് പഠിച്ചു. കാർസ്, ബസ്സസ് ആൻഡ് എയ്റോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിങ് ദ എയർ. എന്താണ്? കാറുകളും ബസ്സുകളും എയ്റോപ്ലെയിൻസ്, വിമാനങ്ങളും ഒക്കെ എയറിനെ പൊല്യൂട്ട് ചെയ്യുന്നു എന്ന് അവൾ മനസ്സിലാക്കി. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ്ഡ് ടു മേക്ക് ബിൽഡിങ്സ്. എന്താണ്? മരങ്ങളൊക്കെ കട്ട് ചെയ്തു. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ, മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവ ഉപയോഗിക്കുകയാണ്. ആ മരങ്ങൾ ഉപയോഗിച്ച് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയാണ്. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. എന്താ പറയുന്നത്? വലിയ കൂനകൾ അല്ലേ, വേസ്റ്റിൻ്റെ വലിയ വലിയ കൂനകൾ അങ്ങും ഇങ്ങും ഒക്കെ കൂട്ടിയിടാൻ തുടങ്ങി. ബറീഡ് എന്താണ്? ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് അവർ സംസ്കരിക്കുക എന്ന് വെച്ചാൽ അവിടെ ഗ്രൗണ്ടിൽ വേസ്റ്റ് കൊണ്ടിടുന്നുണ്ട് ആൾക്കാർ അല്ലേ. അവിടെ കുറേ ആൾക്കാർ കത്തിച്ചു കളയുന്നുണ്ട്, കൊണ്ടിട്ടിട്ട് നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം എന്താണ്? പൊല്യൂഷൻ ഉണ്ടാവലാണ്. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. ഈ നമ്മുടെ മനുഷ്യർ ചെയ്യുന്ന ഈ ആക്ടിവിറ്റികളെല്ലാം എന്താണ്? പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഹാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയെ. റെബേക്ക ഫെൽറ്റ് സാഡ്. റെബേക്കക്ക് ഭയങ്കര സങ്കടം തോന്നി. വാട്ട് ക്യാൻ ഐ ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ ഡു ടു ഹെൽപ്പ് ദ ഹോൾ വേൾഡ്, ഷീ വണ്ടേർഡ്. എന്താ അവൾ ചിന്തിച്ചത്? ചെറിയൊരു പെൺകുട്ടിയായ ഞാൻ എങ്ങനെയാണ് ഈ ഹോൾ വേൾഡിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾ വണ്ടർ ചെയ്തു അല്ലേ, അവളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, അവിടെ 2 ക്വസ്റ്റ്യൻസ് നോക്കൂ. വൈ വാസ് റെബേക്കാസ് മദർ സാഡ്? എന്തുകൊണ്ടാണ് റെബേക്കയുടെ മദർ സാഡ് ആയത്, സങ്കടപ്പെട്ടത്? റെബേക്കാസ് മദർ വാസ് സാഡ് ബിക്കോസ് ദെയർ ക്രോപ്സ് ഹാഡ് ബീൻ ബാഡ് ദാറ്റ് ഇയർ ആൻഡ് വിത്തൗട്ട് ഫുഡ് ഓർ വാട്ടർ ദെയർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. ഓക്കെ, അവരുടെ വിളകൾ ആ വർഷം വളരെ മോശമായിരുന്നത് കൊണ്ടും പിന്നെ വെള്ളവും ഭക്ഷണമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ വളർത്തുമൃഗങ്ങളിൽ ഗോട്ടും ആടും കന്നുകാലികളും ചെമ്മരിയാടും ഒക്കെ ചത്തുപോകും. ആ ടെൻഷനിലാണ് റെബേക്കയുടെ അമ്മ കരഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ന്യൂ ഇൻഫർമേഷൻ ഡിഡ് റെബേക്ക ഗെറ്റ് ഫ്രം ദി ലൈബ്രറി? എന്ത് പുതിയ ഇൻഫർമേഷനാണ് റെബേക്കയ്ക്ക് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയത്? റെബേക്ക ലേൺഡ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് റെബേക്ക പഠിച്ചു. ഷീ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. വീണ്ടും വേൾഡ് കൂടുതൽ ചൂടാവലാണെന്ന് അവൾ അതിൻ്റെ അവിടുന്ന് മനസ്സിലാക്കി. ഷീ ഫൗണ്ട് ഔട്ട്. ദർ ഈസ് ലെസ് റെയിൻ. വളരെ കുറച്ച് മഴ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അവൾ പഠിച്ചു. വെഹിക്കിൾസ് ആർ പൊല്യൂട്ടിങ് ദ എയർ. എന്താണ്? വാഹനങ്ങൾ വായുവിനെ മലിനമാക്കുന്നു എന്ന് അവൾ പഠിച്ചു. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് ട്രാഷ് ഈസ് ഹാമിങ് നേച്ചർ. മരങ്ങളൊക്കെ കട്ട് ചെയ്യപ്പെടുന്നു, അതുപോലെ വേസ്റ്റ് കുന്നുകൂടുന്നു, അതൊക്കെ നേച്ചറിനെ ഹാം ചെയ്യുന്നു എന്ന് അവൾ ആ പുതിയ ഇൻഫർമേഷനൊക്കെയാണ് അവൾക്ക് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, എന്നിട്ട് എന്താണ്? റെബേക്ക ഡിസൈഡഡ് ടു ടോക്ക് ടു ഹെർ ടീച്ചർ അബൌട്ട് വാട്ട് ഷി ഹാഡ് ലേൺഡ്. റെബേക്ക അവൾ എന്തൊക്കെയാണ് ലൈബ്രറിയിൽ നിന്ന് വായിച്ച് പഠിച്ചത്, മനസ്സിലാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവളുടെ ടീച്ചറോട് പറയാൻ അവൾ തീരുമാനിച്ചു. ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്, ഹെർ ടീച്ചർ എക്സ്പ്ലെയിൻഡ്. ടീച്ചർ എന്താ പറഞ്ഞത്? ഇത് വലിയൊരു പ്രോബ്ലം തന്നെയാണല്ലേ, നമ്മുടെ ഭൂമിയിലെ വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഇതെന്ന് അവളുടെ ടീച്ചർ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു.
ബട്ട് ദർ ആർ certain things that we can do to help, like planting trees to make nature stronger. ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണല്ലേ. ടീച്ചർ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യലാണ്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ചെറിയ ചെറിയ മാർഗ്ഗങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അല്ലേ? അതിലൂടെ നേച്ചർ എന്താണ് പ്രകൃതി വീണ്ടും സ്ട്രോങ് ആയി വരുമെന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തു. ആസ് റെബേക്ക walked home, it was very hot and she stopped to drink from her water bottle. എന്താ പറയുന്നത്? അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഭയങ്കര ചൂടായിരുന്നു, അല്ലേ? അവൾ പെട്ടെന്ന് നിർത്തി അവളുടെ വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കലായിരുന്നു. ഓക്കെ, അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഷീ കുഡിൻറ്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ ആൻഡ് ഹൗ ഇറ്റ് വാസ് എഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. അവൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അവൾ അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കലാണ് മഴ ഇല്ലാത്തതിനെക്കുറിച്ചും അതെങ്ങനെയൊക്കെ പ്രകൃതിയെ മോശമായി എങ്ങനെയൊക്കെയാണ് മോശമായി പ്രകൃതിയെ ബാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? ഷീ കുഡിൻറ്റ് സ്റ്റോപ്പ് തിങ്കിങ്. അവൾക്ക് ചിന്ത നിർത്താനേ പറ്റിയില്ല. ഓക്കെ, ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിറ്റി. അവൾക്ക് അവളുടെ കമ്മ്യൂണിറ്റി, അവളുടെ സൊസൈറ്റിയെ, അല്ലേ? അവളുടെ മുഴുവൻ ആൾക്കാരെയും രക്ഷിക്കണം എന്ന് അവൾക്ക്, സമൂഹത്തെ രക്ഷിക്കണം എന്ന് അവൾക്ക് തോന്നി. ദെൻ ഷീ ഗെറ്റ്സ് എൻ ഐഡിയ. പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ കിട്ടി. ഐ ഹാവ് ലേൺഡ് സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഷീ തോട്ട് ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവ്രി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. എന്താ അവിടെ ചിന്തിക്കുന്നത്? ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതിയിലുണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ച്, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിച്ചു. ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും, അല്ലേ, ആ കമ്മ്യൂണിറ്റിയിലുള്ള, ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ ഈ പ്രോബ്ലത്തെ സഹായിക്കും, അല്ലെങ്കിൽ പ്രോബ്ലം ഇല്ലാണ്ടാവാൻ സഹായിക്കുമെന്ന് അവൾ ചിന്തിച്ചു. ദെൻ ടുഗെദർ വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. എല്ലാവരും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചിന്തിച്ചിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് റെബേക്ക ചിന്തിച്ചു. The next day, Rebecca requested her teacher to give a lesson about the changing weather. എന്താണ്? അടുത്ത ദിവസം അവൾ പോയിട്ട് അവളുടെ ടീച്ചറോട് പറഞ്ഞു, വെതർ ചേഞ്ച്, അല്ലേ, ചേഞ്ചിങ് വെതറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിനുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഡാമേജിനെ കുറിച്ചൊക്കെ, ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ, അതിൻ്റെ മോശം വശങ്ങളെക്കുറിച്ച്, ഹ്യൂമൻസ് ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ച് കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ടീച്ചർമാരോട് റെബേക്ക റിക്വസ്റ്റ് ചെയ്തു. അവരോട് റിക്വസ്റ്റ് ചെയ്തു. ഓക്കെ, ദ ടീച്ചർ ഗ്ലാഡ്ലി ഗേവ് ദം എ ഡീറ്റെയിൽഡ് സെഷൻ ആസ് റിക്വസ്റ്റഡ്. അവൾ അങ്ങനെ അഭ്യർത്ഥിച്ചത്, റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ടീച്ചർ വളരെ സന്തോഷത്തോടു കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ, എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് റെബേക്ക സ്റ്റുഡ് അപ്പ്. ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ, അവസാനമായപ്പോൾ റെബേക്ക എഴുന്നേറ്റ് നിന്നു. ഷീ ആസ്ക്ഡ് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദെയർ പാരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ്. എന്താ പറയുന്നത്? ക്ലാസ് ടീച്ചർ പാടെടുത്ത് കഴിയാറായപ്പോൾ റെബേക്ക എഴുന്നേറ്റ് നിന്നിട്ട് അവളുടെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നിപ്പോൾ സാറ് അല്ലെങ്കിൽ ടീച്ചറെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ പാരൻസിനും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് അവളുടെ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു. In just a few days, everyone was talking about how humans were bringing harm to nature. അങ്ങനെ കുട്ടികളൊക്കെ അവരുടെ വീടുകളിൽ പോയി പറഞ്ഞു കൊടുത്തു. കുറച്ച് ദിവസത്തിനകം തന്നെ എല്ലാവരുടെയും സംസാര വിഷയം ഇതായി മാറി. എങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത്, ഹാം ചെയ്യുന്നത്, ഉപദ്രവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചായി എല്ലാവരുടെയും ഡിസ്കഷൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് റെബേക്ക ആസ്ക് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഡു? റെബേക്ക എന്താണ് അവളുടെ ക്ലാസ്സിലെ കുട്ടികളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? എന്താ പറഞ്ഞത്? റെബേക്ക ആസ്ക്ഡ് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദെയർ പാരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ് റിഗാർഡിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹൗ ഹ്യൂമൻസ് വെർ ഹാമിങ് നേച്ചർ. അല്ലേ, അവരെന്തൊക്കെയാണെന്ന് സ്കൂളിൽ പഠിച്ചത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് റെബേക്ക അവരുടെ കൂട്ടുകാരോട് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് നോക്കൂ. വൺ ഡേ ദ എൽഡേഴ്സ് ഇൻ ഹെർ വില്ലേജ് ഹെൽഡ് എ മീറ്റിംഗ് ടു ടോക്ക് വിത്ത് റെബേക്ക അബൌട്ട് വാട്ട് കുഡ് ബി ഡൺ ടു ഹെൽപ്പ് നേച്ചർ. എന്താ പറയുന്നത്? ഒരു ദിവസം അവളുടെ വില്ലേജിലെ, ഗ്രാമത്തിലെ മുതിർന്നവരായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു. റെബേക്കയായിട്ട് ഒരു മീറ്റിംഗ്. എന്തിനാണ്? നമ്മുടെ നേച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മീറ്റിംഗ് വിളിച്ചു.
ദ പ്രോബ്ലം ദേ ഫേസ്ഡ് വാസ് സോ ബിഗ്. ഒരു മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം എന്താണ്? അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോബ്ലം അത്ര വലുതാണ് അല്ലേ? യെസ്. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ് ഓഫ് കെനിയ, വൺ ഓഫ് ദ എൽഡേഴ്സ് സെഡ്. അപ്പോൾ ആ മീറ്റിങ്ങിനിടയിൽ ആ കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ കെനിയയുടെ പ്രസിഡൻറ്റിന് അല്ലേ, അവിടുത്തെ രാഷ്ട്രപതിക്ക് നമുക്കൊരു ലെറ്റർ അയക്കാം എന്ന് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. ഹി നീഡ്സ് ടു നോ ദാറ്റ് വി കനോട്ട് ലീവ് വിതൗട്ട് റെയിൻ. ദെൻ മേ ബി ഹീ വിൽ ഇംപ്ലിമെൻറ്റ് ലോസ് ടു സ്റ്റോപ്പ് ഹാർമിങ് നേച്ചർ. എന്താ പറയുന്നത്? അദ്ദേഹത്തിന് മനസ്സിലാക്കണം നമുക്ക് വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് അല്ലേ, വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ രാഷ്ട്രപതി പ്രസിഡൻറ്റ് ഓഫ് കെനിയനെ അറിയിക്കണം. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഈ നേച്ചറിനെ ഹാം ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള ചിലപ്പോൾ ചില ലോസ് അല്ലേ, അവിടെ വേസ്റ്റ് നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് കിട്ടും എന്നൊക്കെയുള്ള രീതിയിലുള്ള ലോസ് ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ലോ അദ്ദേഹം എന്തായാലും പ്രാബല്യത്തിൽ കൊണ്ടുവരുമായിരിക്കും എന്ന് അവർ വിശ്വസിച്ചു അല്ലേ. അങ്ങനെ അവർ കെനിയയുടെ പ്രസിഡൻറ്റിന് ഒരു ലെറ്റർ എഴുതാൻ തീരുമാനിച്ചു. റെബേക്ക ടുക്ക് ദ ലെറ്റർ ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് ഹെർ ക്ലാസ്മേറ്റ്സ്. അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടാക്കി റെബേക്ക ആ ലെറ്റർ എടുത്തുകൊണ്ട് ക്ലാസ്മേറ്റ്സിൻ്റെ കയ്യിൽ കൊടുത്തു. ദേ ആസ്ക്ഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് ടു സൈൻ ദെയർ നെയിംസ് അറ്റ് ദ ബോട്ടം ടു ഷോ ദെയർ സപ്പോർട്ട്. എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട്, ഇത്ര ആളുകൾ കൂടിയിട്ട് അയക്കുന്ന നിവേദനം പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പാരൻസിനെ കൊണ്ട് പേരെഴുതി ഒപ്പിടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു. ഇൻ നൈറോബി ദ പ്രസിഡൻറ്റ് റെഡ് ദ ലെറ്റർ ഫ്രം ദ മാസായ് കമ്മ്യൂണിറ്റി. എന്താ പറയുന്നത്? നൈറോബി എന്നുള്ളതൊരു സ്ഥലമാണ്, ഓക്കെ, ക്യാപിറ്റൽ ഓഫ് കെനിയാണ്, കുറച്ച് വലിയ സിറ്റികളിലൊന്നാണത്, ഓക്കെ. അദ്ദേഹം അവിടെ വെച്ചിട്ട് പ്രസിഡൻറ്റ് ആ ലെറ്റർ വായിച്ചു. മാസായ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ലെറ്റർ അദ്ദേഹം വായിച്ചു. ഹി റിസീവ്ഡ് മെനി അതർ ലെറ്റേഴ്സ് ഫ്രം അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു. ഈ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൂടി അദ്ദേഹത്തിന് ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതൊക്കെ വായിച്ചു. ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്ട് നേച്ചർ, ഹി തോട്ട്. ഈ ലെറ്ററൊക്കെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊക്കെ ശരിക്കും മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് എങ്ങനെയും കെനിയെ രക്ഷിച്ചേ പറ്റുള്ളൂ, ഈ നേച്ചറിനെ സംരക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം ചിന്തിക്കലാണ്, ഓക്കെ. ദ പ്രസിഡൻറ്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. പ്രസിഡൻറ്റ് എന്ത് ചെയ്തു? പുതിയൊരു നിയമം കൊണ്ടുവന്നു. എല്ലാവരും, രാജ്യത്തിലുള്ള മുഴുവൻ ആൾക്കാരും നിങ്ങളുടെ വീടിന് പുറത്ത് ഒരു ചെടി വീതം നടണമെന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. In the Maasai community, everyone agreed to plant a tree outside their home. മാസായി കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും അവരുടെ വീടിൻ്റെ പുറത്ത് ഒരു മരം നടാമെന്ന് സമ്മതിച്ചു. റെബേക്ക ആൻഡ് ഹെർ മദർ ഡഗ് എ ഹോൾ ടുഗെദർ ആൻഡ് പ്ലാന്റഡ് എ സീഡ്ലിംഗ്. എന്താ പറയുന്നത്? റെബേക്കയും അവളുടെ അമ്മയും കൂടിയിട്ട് വീടിൻ്റെ പുറത്തൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിൽ അവരൊരു തൈ നട്ടു, ഓക്കെ. ഇനി 2 ക്വസ്റ്റ്യൻസ് നോക്കൂ. Why did the elders of the Maasai community write a letter to the president of Kenya? എന്തുകൊണ്ടാണ് മാസായ് കമ്മ്യൂണിറ്റിയിലെ എൽഡേഴ്സൊക്കെ കൂടി കെനിയയുടെ പ്രസിഡന്റിന് ലെറ്റർ എഴുതിയത്? The elders of the Maasai community wrote a letter to the president of Kenya because they wanted him to know that they could not live without rain, and they hoped he would implement laws to stop harming nature, okay. അവർ വിശ്വസിച്ചു അദ്ദേഹം എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരുമെന്നും അങ്ങനെ അവരുടെ ഭൂമിയെ വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവരുടെ അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കി എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരുമെന്ന് അവിടുത്തെ എൽഡേഴ്സ് ചിന്തിച്ചു, ഓക്കെ. അതുകൊണ്ടാണ് അവർ ലെറ്റർ എഴുതിയത്, ഓക്കെ, പ്രസിഡൻറ്റിന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഇൻസ്ട്രക്ഷൻസ് ഡിഡ് ദ പ്രസിഡൻറ്റ് ഗീവ് ഹിസ് കൺട്രിമെൻ ടു സേവ് നേച്ചർ? എന്ത് ഇൻസ്ട്രക്ഷനാണ് പ്രസിഡൻറ്റ് അവിടുത്തെ രാജ്യത്തിലെ ആൾക്കാർക്ക് കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത്. The president instructed his countrymen to plant trees outside their homes. എന്താണ് പ്രസിഡന്റ് പറഞ്ഞത്? അവിടുത്തെ രാജ്യത്തിലെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ വീടിന് പുറത്ത് ഒരു മരമെങ്കിൽ നിങ്ങൾ നടണം എന്നുള്ള ഒരു നിയമം അദ്ദേഹം കൊണ്ടുവന്നു അല്ലേ. യെസ്, ഓക്കെ. എന്നിട്ട് നോക്കൂ. അറ്റ് റെബേക്ക സ്കൂൾ ദ പ്രിൻസിപ്പൽ ഹെൽഡ് ആൻ അസംബ്ലി ടു അഡ്രസ് ദ സ്റ്റുഡൻസ്. ഇനി റെബേക്കയുടെ സ്കൂളാണ് കാണിക്കുന്നത് അല്ലേ. റെബേക്കയുടെ സ്കൂൾ എന്താ സംഭവിച്ചത്? പ്രിൻസിപ്പൾ അവിടെ ഒരു അസംബ്ലി സംഘടിപ്പിച്ചു. എന്തിനാണ്? കുട്ടികളോടൊക്കെ എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ. ഹി ആസ്ക്ഡ് റെബേക്ക ടു സ്റ്റാൻഡ് ബിസൈഡ് ഹിം. അയാളുടെ അടുത്തല്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്ത്, പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ റെബേക്കയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ഈസ് എ ബിഗ് ജോബ് ആൻഡ് എവ്രി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്, ദ പ്രിൻസിപ്പൽ സെഡ്. എന്താ പറയുന്നത്? എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ജോബാണ്, നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തിയും ചെയ്യേണ്ട ഒരു കാര്യമാണത് എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു.
ബട്ട് വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക ഫോർ ഹെൽപ്പിംഗ് us learn and make a change. നമ്മൾ റെബേക്കയോട് നമ്മളെല്ലാവരും നന്ദി പറഞ്ഞതേ ഉള്ളൂ. കാരണം റെബേക്കയാണ് നമ്മളോട് ഈ ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞതും നമ്മളെയൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളോടൊക്കെ പറഞ്ഞതും ആവശ്യപ്പെട്ടതൊക്കെ റെബേക്കയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും റെബേക്കയോട് നന്ദി പറയണമെന്ന് പ്രിൻസിപ്പൽ എല്ലാവരോടും കുട്ടികളോട് പറഞ്ഞു. ഓക്കെ, ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് വി ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. കൂടാതെ അദ്ദേഹം എന്താ പറയുന്നത്? ഹി ആഡഡ്. ഓക്കെ, അദ്ദേഹം എന്താ പറയുന്നത്? ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും നമ്മുടെ വേൾഡിൽ വേസ്റ്റൊന്നും എറിയാണ്ട് പുതിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വേൾഡ് എത്ര ബ്യൂട്ടിഫുൾ ആവും, നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സമൂഹം എത്ര മനോഹരമായിരിക്കും എന്ന് ചിന്തിക്കൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. റെബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. റെബേക്കയ്ക്ക് വളരെ സന്തോഷമായി. ഷീ വണ്ടേർഡ് വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. അവൾ എന്താ ചിന്തിക്കുന്നത്? ഇനി ഞാനും എൻ്റെ കൂട്ടുകാർ ഇനി എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വില്ലേജിനെയും എൻ്റെ നാടിനെയും എൻ്റെ നേച്ചറിനെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് റെബേക്ക ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, അടുത്ത അതിൽ 2-3 ക്വസ്റ്റ്യൻസ് അതിൽ തന്നിട്ടല്ലേ. നോക്കിയാൽ ഒന്നാമത്തത്, വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക സെഡ് ദ പ്രിൻസിപ്പൽ. വൈ? നമ്മൾ റെബേക്കയോട് നന്ദി പറയേണ്ടതാണ് എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. The principal thanked Rebecca for helping everyone learn about protecting the environment and for encouraging them to make a change. എന്തിനാണ്? എല്ലാവരോടും, അതായത് ഈ ഭൂമിയെ, ഈ എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രയാണ് എന്നുള്ളത് എല്ലാവരെയും മനസ്സിലാക്കി കൊടുത്തതിനും അവർക്കെല്ലാം ധൈര്യം കൊടുത്തതിനും, ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി അവർക്കെല്ലാം ധൈര്യം കൊടുത്തതിനുമാണ് റെബേക്കയോട് താങ്ക് യു പറഞ്ഞത്, എന്താ പ്രിൻസിപ്പാൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റെബേക്ക ഫൗണ്ട് ഔട്ട് സെവറൽ റീസൺസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. വാട്ട് ആർ ദേ? ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അന്തരീക്ഷത്തിലെ ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു. ആ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാനുള്ള കുറേ കാരണങ്ങൾ റെബേക്ക കണ്ടുപിടിച്ചു. അവ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ദ റീസൺസ് റെബേക്ക ഫൗണ്ട് ഔട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ഇൻക്ലൂഡ്, അവൾ കണ്ടുപിടിച്ച കാരണങ്ങൾ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? 1, കട്ടിങ് ഡൗൺ ടു മെനി ട്രീസ്. ഒരുപാട് മരങ്ങൾ കട്ട് ചെയ്ത് കളയുന്നത് അല്ലേ, അതിന് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയും. ഓക്കെ, അടുത്തതോ ഹാമിങ് നേച്ചർ ത്രൂ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഹാം ചെയ്യുന്നത് അല്ലേ, ഹാമിങ് നേച്ചറിനെ ഉപദ്രവിക്കുന്നത്, ഹാം ചെയ്യുന്നത് മനുഷ്യരുടെ ആക്ടിവിറ്റി മൂലം, നമ്മുടെ എല്ലാം പ്രവൃത്തി മൂലം, അതായത് നേച്ചറിനുണ്ടാകുന്ന, പ്രകൃതിയിലുണ്ടാകുന്ന ഹാം, അവർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളെക്കുറിച്ചും. ഇത് രണ്ടുമാണ് ഇവൾ പറഞ്ഞ പോയിൻറ്റ്സ്, മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഓക്കെ അല്ലേ? ഏതൊക്കെ അതിൽ വരിക? വേസ്റ്റ് എറിയുക, അതൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, വേസ്റ്റ് ഒരു സ്ഥലത്ത് കൂട്ടിയിടുക, ഇത് പ്ലാസ്റ്റിക് എറിയുന്നതൊക്കെ മനുഷ്യരുടെ മോശം പ്രവൃത്തികളാണ് അല്ലേ? യെസ്. മൂന്നാമത്തത് സജസ്റ്റ് 2 ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് നേച്ചർ. നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ആക്ടിവിറ്റീസ് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. 1, പ്ലാന്റിങ് മോർ ട്രീസ്, ഒരുപാട് ചെടികൾ നട്ടു വളർത്തുക. പിന്നെയോ റെഡ്യൂസിങ് പൊല്യൂഷൻ ബൈ കീപ്പിംഗ് ദ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ ചുറ്റുമുള്ള പൊല്യൂഷനെ ഒരുപാട് കുറയ്ക്കുക. എങ്ങനെയാണ്? നമ്മുടെ സറൗണ്ടിങ്സ്, ചുറ്റുപാടിനെ നീറ്റാക്കി വെച്ചിട്ട് സറൗണ്ടിങ്സിനെ അല്ലെങ്കിൽ പ്രകൃതിയുടെ പൊല്യൂഷൻ കുറയ്ക്കുക. ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാവുന്ന 2 ആക്ടിവിറ്റീസ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ പാഠം അത്രയേ ഉള്ളൂ മക്കളെ. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും കാണും. ഓക്കെ, ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.